بسم الله عظيم القدرة والشان سديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ കുട്ടികളെ ഒരു സൈഡിലൊക്കെ ആക്കിയിട്ട് വലിയവരെ കൊണ്ട് ഇരുത്തിയാലോ? കുട്ടികളിങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ, കുറച്ച് ഒരു സൈഡിലേക്ക്. വലിയ ആളുകളൊക്കെ ഇങ്ങോട്ട് കയറിയിരിക്കുക, കുറച്ചങ്ങോട്ട് ഇരിക്കും. കുട്ടികളവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പ്രസംഗിച്ചാൽ ശരിയാവും. കുറച്ചങ്ങോട്ട് മാറി. വലിയ ആളുകൾ കുറച്ചിങ്ങോട്ട് മാറും. ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, അൽ മഖറു സുന്നി അൽഹംദുലില്ലാഹ് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഹാനായ ഹംസ ഉസ്താദിൻ്റെ ഒരഭ്യർത്ഥനയെ സംബന്ധിച്ച് രണ്ട് വാക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രസംഗിക്കാൻ ആരോഗ്യം കുറവാണെന്ന് തോന്നുന്ന അദ്ദേഹം രണ്ട് വാക്കുകൊണ്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, ഞങ്ങളിപ്പോൾ പുതുതായി 50 പെൺകുട്ടികളെ ഏറ്റെടുത്തിരിക്കുന്നു. ഖിയാമത്തുനാൾ വരുമ്പോൾ ഹത്താ യകൂന ലി 50 ഇംറഅത്തിൻ ഖയ്യിമുൻ വാഹിദ്, 50 സ്ത്രീകൾക്ക് ഒരാൾ ആ സ്ത്രീകളെ കാര്യം നോക്കുന്ന ആളുണ്ടാകുമെന്ന് ഒരു ഹദീസിലുണ്ട്. ചിലപ്പോൾ ആ ഹദീസിൻ്റെ ഉദ്ദേശത്തിൽ ഇതും പെട്ടുകൂടായികയില്ല. 50 സ്ത്രീകൾക്ക്
അതിൻ്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് ഏറ്റെടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, അൽമക്കർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹംസ ഉസ്താദ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഒരു സ്ഥാപനത്തിന് സ്വത്ത് എഴുതി വാങ്ങുമ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ KP ഹംസ മുസ്ലിയാരുടെ പേരിൽ എഴുതി കൊടുത്തു എന്ന് കാണും, അല്ലെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ എഴുതി കൊടുത്തു എന്ന് കാണും. അപ്പോൾ എൻ്റെ പേരിലോ ഹംസ ഉസ്താദിൻ്റെ പേരിലോ മർക്കസിൻ്റെയോ മക്കറിൻ്റെയോ ഒരു സ്വത്ത് എഴുതിയാൽ ഞങ്ങളുടെ ഔദ്യോഗിക നാമത്തിലാണ് അത് എഴുതുന്നത്, വ്യക്തിപരമായ നാമത്തിൽ അല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ഞങ്ങൾ ഈ കുട്ടികളെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ താമസം, ഭക്ഷണം, പഠനം, വസ്ത്രം, വിവാഹം തുടങ്ങി ചികിത്സ തുടങ്ങി അവർക്കാവശ്യമാകുന്ന മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത് ബഹുജനങ്ങളെ കണ്ടിട്ടാണ്. ബഹുജനങ്ങളുടെ ജോലി ഒന്ന് കുറച്ചു കൊടുക്കുകയാണ്. എല്ലാവരുടെയും ബാധ്യതയാണ് ഇവിടുത്തെ അനാഥകളുടെയും അഗതികളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ. അപ്പോൾ അല്ലാഹു തആല കുറച്ച് ആളുകളെ കച്ചവടത്തിന് നിശ്ചയിച്ചു, മറ്റു ചില ആളുകളെ ഉദ്യോഗസ്ഥരായി നിയമിച്ചു, വേറെ ചില ആളുകളെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും പ്രവർത്തിക്കാനും ഏൽപ്പിച്ചു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ ഉള്ളാൽ സയ്യിദ് മദനി തങ്ങളുടെ പേരിൽ താജുൽ ഉലമ നടത്തുന്ന കോളേജ് തുടങ്ങി, ജാമിയ സഅദിയ്യ തുടങ്ങി, അൽമക്കറിലൂടെ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം വരെ പോയാൽ നമ്മുടെ കേരള സ്റ്റേറ്റിലെ മുഴുവൻ ജില്ലകളിലും 1, 2, 3, 4 സ്ഥാപനങ്ങളിലായി ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി കുട്ടികൾ, യഥാർത്ഥത്തിൽ 5 ലക്ഷത്തോളം കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ലക്ഷം കുട്ടികളെ പഠിപ്പിക്കാൻ പാടുപെട്ടുകൊണ്ട് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് അല്ലാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, ദീനിൻ്റെ പ്രവർത്തകർ ഉണ്ടാകണം. അതോടൊപ്പം ലഅൻ യഹ്ദിയല്ലാഹു ബിക റജലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നിന്റെ കാരണം കൊണ്ട് ഒരു വ്യക്തിയെ അല്ലാഹു തആല ഹിദായത്താക്കുന്നുവെങ്കിൽ അത് നിനക്ക് വലിയ നേട്ടമാണ് എന്ന് പഠിപ്പിച്ച ആ നേട്ടം നമുക്ക് ലഭിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങൾ മൃഗതുല്യരാവാതെ മനുഷ്യരായി വളരുന്നു. അതിനുവേണ്ടിയാണ് ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാ സയ്യിദന്മാരും എത്തി. സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ വന്നു, സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ഇപ്പോൾ എത്തി, ളിയാഉൽ മുസ്തഫ തങ്ങൾ നേരത്തെ ഇവിടെയുണ്ട്, മറ്റ് ഹാമിദ് കോയ തങ്ങൾ വന്നു പോയി.
അങ്ങനെ എല്ലാ സയ്യിദുമാരും ഇവിടെ എത്തി. അൽഹംദുലില്ലാ. വേറെയും ധാരാളം വളപട്ടണം, കണ്ണൂർ തുടങ്ങിയ സയ്യിദുമാരൊക്കെ എത്തി. അല്ലാഹു തആല ഈ സയ്യിദുമാർക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. നമ്മൾക്കെല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഹംസ ഉസ്താദിൻ്റെ ഈ അഭ്യർത്ഥന നമ്മൾ ഏറ്റെടുക്കണം. ഒരു കുട്ടിക്ക് 20,000 ഉറുപ്പിക, അത് പെൺകുട്ടികളായതുകൊണ്ടാണ് ഇത്ര അധികം വേണ്ടി വന്നത്. ആൺകുട്ടികളാണെങ്കിൽ അത്ര വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളായതുകൊണ്ടാണ് 20,000 രൂപ വേണ്ടി വന്നത്. എനിക്കറിയാം. 4 ആൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് 2 പെൺകുട്ടികൾക്ക് സ്ഥലം മതിയാവുകയുള്ളൂ. ആൺകുട്ടികൾക്ക് ഒരു കൊല്ലത്തിൽ 2 or 3 പ്രാവശ്യം വസ്ത്രമാണ് എങ്കിൽ പെൺകുട്ടികൾക്ക് 5, 6, 8 പ്രാവശ്യം വസ്ത്രം കൊടുക്കണം. അവർക്ക് വെള്ളം കൂടുതൽ വേണം, സൗകര്യങ്ങൾ ഒരുപാട് വേണം. അതുകൊണ്ട് 20,000 രൂപ നിങ്ങൾ കൊടുക്കണം ഓരോരുത്തരും. കഴിയാത്തവർ മാത്രം അതിൽ ചുരുക്കി കൊടുക്കാം. കഴിയുന്നവർ 1 അല്ല 2 അല്ല 4, 5 കുട്ടിയായാൽ അതൊരു കണക്കുമായി. മടവൂർ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹു മുമ്പനെ ഒരു ആസ്പത്രി ഉദ്ഘാടനത്തിന് കൊണ്ടുപോയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മുതലാളി ഒന്ന് പറഞ്ഞ്, രോഗികൾ അധികം വരാൻ ദ്വാരക്കണമെന്ന്. ഒരൊറ്റ എടപ്പാവിടുന്ന് രോഗികൾ വരാൻ ദ്വാരക്കേ? അങ്ങനെ ഞാൻ ദ്വാരക്കൂല, പാടില്ല. നിന്റെ അടുക്കൽ വരുന്ന രോഗികൾക്ക് നിന്റെ ചികിത്സ കൊണ്ട് അള്ളാഹു ശിഫ നൽകട്ടെ എന്ന് ദ്വാരക്കും. അതുപോലെ രോഗികളെ അള്ളാഹു തആല കുറക്കട്ടെ എല്ലാ സ്ഥലത്തും. പക്ഷേ ഉള്ള രോഗികൾ വൈദ്യന്മാരെടുക്കൽ, പിന്നെ ഈ ആയുർവേദക്കാർക്ക് രോഗമില്ലാത്തവരും വരും, അങ്ങനെ ഗുണമുണ്ട്. അള്ളാഹു തആല അല്ലേ ആയുർവേദമല്ലേ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ രോഗമില്ലാത്തവരും വരും, സിഹത്ത് കൂടുതലുണ്ടാകാൻ വേണ്ടി. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ശിഫ കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ, ഈമാനും ഹിദായത്തും അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. ആമീൻ. ബിസ്മില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സനദ് ദാനപ്രസംഗം എന്ന് പറയുമ്പോൾ സനദ് എന്നതിൻ്റെ അർത്ഥം അടിത്തറ എന്നാണ്. അടിത്തറ എന്നാണ് സനദിൻ്റെ അർത്ഥം. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാം, ഓ മുസ്ലിം സമൂഹമേ നിങ്ങൾക്ക് സന്തോഷ വാർത്ത. എന്താണത്? ഇന്നലന, തീർച്ചയായും നമുക്കുണ്ട്, മിനൽ ഇനായത്തി റുക്നൻ, അള്ളാഹുവിൻ്റെ പരിഗണനയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സഹായത്തിൽ നിന്ന് നമുക്കൊരടിത്തറയും ഒരഭയ കേന്ദ്രവും ഒരടിസ്ഥാനവും ഉണ്ട്. അഥവാ സയ്യിദുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് എന്ന്. അപ്പോൾ സനദ് എന്ന് പറഞ്ഞാൽ ചിലർ ധരിച്ചു ഇങ്ങനെ ഇന്നയാളോട് കിട്ടിയെന്ന് പറയുന്ന സിൽസില പറയലാണ് സനദ് എന്ന്. ഒരിക്കലും അത് ആവണമെന്നില്ല, സിൽസില പറഞ്ഞുകൂടാതില്ല. സനദ് എന്ന് പറയുന്നത് സിൽസിലയല്ല. സനദ് എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ഹംസ ഉസ്താദ് അവർകൾ ഈ ഷഹാദ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തന്ന ഇൽമ് അടിസ്ഥാനമുള്ളതാണ്, അടിത്തറയുള്ളതാണ്. ഇത് എവിടെ നിന്നെങ്കിലും പെറുക്കിയെടുത്തതോ ഞങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതോ അല്ല. നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഇൽമ്
ഞങ്ങളുടെ മശായിഖുമാരിൽ നിന്ന്, അവർ അവരുടെ മശായിഖുമാരിൽ നിന്ന് അങ്ങനെ പരമ്പരയായി പഠിച്ച് മനസ്സിലാക്കിയ ആ ശരിയായ ഇൽമാകുന്നു എന്നതിനൊരു തെളിവ് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നതിൽ സിൽസില പറയുകയും ചെയ്യാം, പറയാതിരിക്കുകയും ചെയ്യാം. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഉസ്താദുമാർ അത് പറയാറില്ല. അതിലുണ്ടോ ഉസ്താദുമാരുടെ പേര്? ഇല്ല. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ഞങ്ങളൊക്കെ സനദ് വാങ്ങി. അവിടെയും അബൂബക്കർ ഇബ്നു അഹ്മദ് ഞങ്ങളടുക്കൽ പഠിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഞങ്ങൾ ദർസ് നടത്താനും ദീനീ ഖിദ്മത്ത് ചെയ്യാനും അർഹനാണെന്ന് കണ്ട് സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന് തുടങ്ങിയ ഒരു സർട്ടിഫിക്കറ്റാണ് മഹാന്മാരായ ഉസ്താദുമാർ ഞങ്ങൾക്ക് തന്നത്. അതുപോലെ ഇവിടെയുള്ള മുഴുവൻ ആലിമീങ്ങൾക്കും കിട്ടിയ സനദ് അതാണ്. അല്ലാതെ ഈ കൊടുക്കുന്ന സനദ് എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരുടെ എല്ലാവരുടെയും പേര് അതിൽ വേണം എന്നില്ല. അതേ സമയത്ത് ഞങ്ങളുടെ കൈവശത്തിൽ ഉണ്ട്, അത് യാതൊരു സംശയവും ഇല്ല. ഞങ്ങളിവിടെ ഒരു ഫിഖ്ഹിയായ മസ്അല പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ ശൈഖന്മാര് മുതൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വരെ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മുതൽ ഇമാം ഷാഫിഈ തങ്ങൾ വരെ, അങ്ങനെ മുഴുവൻ പണ്ഡിതന്മാരും ഞങ്ങളെ കൈവശത്തിലുണ്ട്. അവരിൽ നിന്ന് പഠിച്ചതാണെന്ന് ഞങ്ങൾക്ക് രേഖയുണ്ട്. നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാമിനെ പോലെ അടിത്തറയും രേഖയുമുള്ള മറ്റൊരു മതവും ഒരു പ്രസ്ഥാനവും ഇവിടെ ഇല്ല. നിങ്ങൾ നോക്കൂ, 1400-ലധികം കൊല്ലം കഴിഞ്ഞു പോയല്ലോ പ്രഗത്ഭരായ സ്വഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച സ്വഹാബികൾ അവരിവിടെ കഴിഞ്ഞു പോയിട്ട് 1400-ലധികം കൊല്ലം ആയി. എന്നാൽ ആ സ്വഹാബികളിൽ നിന്ന് പ്രഗത്ഭരായ പ്രശസ്തരായ മുഴുവൻ ആളുകളുടെയും പേരും അവരുടെ മാതാപിതാക്കളുടെ പേര്, അവരുടെ ജനന തീയതി, അവരുടെ ജീവിതചര്യ, ഇത് മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അൽ മഖറിന്റെ കുതുബ്ഖാനയിൽ ചെന്നാൽ അൽ ഇസ്വാബ ഫീ തമീസ് സ്വഹാബ എന്ന ഗ്രന്ഥം, അതുപോലെ ഉസ്ദുൽ ഖാബ എന്ന ഗ്രന്ഥം തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത്, അങ്ങനെ എത്രയോ കിതാബുകൾ മഹാന്മാരായ സ്വഹാബത്തിൻ്റെയും സ്വഹാബത്തിൻ്റെ ശേഷം വന്ന ആളുകളെയും രേഖകൾ സ്ഥിരപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മറ്റേതെങ്കിലും ഒരു മതത്തിൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ അടിത്തറയുള്ളത് വേറെ എവിടെയാണുള്ളത്? എവിടെയും ഇല്ല. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ പഠിപ്പിക്കുന്ന മുഴുവൻ അഖീദയും നോക്ക്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന മുഴുവൻ അഖീദയും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അല്പജ്ഞന്മാരായ ആളുകൾ കണ്ടുപിടിച്ച അഖീദയല്ല, അവർ പഠിപ്പിച്ച വിശ്വാസമല്ല. നാല് മദ്ഹബിന്റെ ഇമാമുകൾ അവർ പഠിപ്പിച്ച വിശ്വാസം.
അതുപോലെ ഇമാം അബുൽ ഹസൻ അശ്അരി, ഇമാം അബൂ മൻസൂർ മാതുരീദി തുടങ്ങിയ ഇമാമുകൾ പഠിപ്പിച്ച വിശ്വാസം, അവരെല്ലാവരും ഏകകണ്ഠമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കി പഠിച്ച വിശ്വാസം, സ്വഹാബികൾ പഠിപ്പിച്ച വിശ്വാസം, താബിഉകൾ പഠിപ്പിച്ച വിശ്വാസം, അങ്ങനെ ഇവിടെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ആളുകളും വിശ്വസിച്ച ആ വിശ്വാസമാണ് ഇവിടെ നാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടിത്തറയുണ്ട്. അടിത്തറയുള്ള ഇൽമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഇൽമ്. അതിനൊരു തെളിവാണ് ഇവിടെ കൊടുക്കുന്ന ശരത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ പിഴച്ച വിശ്വാസക്കാരാണെന്നും തെറ്റിപ്പോയവരാണെന്നും പ്രചരിപ്പിക്കുന്ന ബിദ്ഈ പ്രസ്ഥാനക്കാർ അൽഹംദുലില്ലാഹ് ഇന്ന് അവരിങ്ങനെ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരൊരു കാലത്ത് പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന്. ഇപ്പോൾ ഇവിടുത്തെ ബിദ്ഈ പ്രസ്ഥാനക്കാർ തന്നെ 4 or 5 കക്ഷികളായി പിരിഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസം, പണ്ട് വിശ്വസിച്ചതും വിശ്വസിപ്പിച്ചതും തെറ്റായിരുന്നു എന്നും അപകടമായിരുന്നു എന്നും ഇന്ന് അതാ നോട്ടീസിലൂടെ, കത്തുകളിലൂടെ, ലേഖനത്തിലൂടെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അങ്ങനെ ഒരു സംഭവം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയില്ല. എന്നും ഒരേ വിശ്വാസം, പഠിപ്പിച്ചതല്ലാത്ത മറ്റൊന്നുമില്ല. ഇവിടെ ചർച്ച ചെയ്യാൻ സമയമില്ല എങ്കിലും ഞാൻ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുശ്രിക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് ബിദ്ഈ കക്ഷികൾ പറയാനുള്ള കാരണം അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ട ചില വിശേഷണം അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ചേർത്തി പറയുന്നു എന്നതാണ്. ഉദാഹരണം, സഹായം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സഹായം ചെയ്യുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലൂടെ അല്ലാഹു തആല മാത്രമാണ് സഹായം ചെയ്യുന്നവൻ, അല്ലാഹുവിനോട് മാത്രമാണ് സഹായം തേടുന്നത് എന്ന് പറയുന്ന മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിൻ്റെ സൃഷ്ടി അല്ലാത്ത അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് സഹായം അഭ്യർത്ഥിച്ചു പോയാൽ അവൻ മുശ്രിക്കായി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ ജനങ്ങളെ മുശ്രിക്കാക്കുന്നത്, അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ ഉലൂഹിയ്യത്ത്, വഹ്ദാനിയ്യത്ത് ഇതല്ലാത്ത, അല്ലാഹുവിൻ്റെ ഉലൂഹിയ്യത്തും വഹ്ദാനിയ്യത്തും റഹ്മാനിയ്യത്തുമല്ലാത്ത എല്ലാ വിശേഷണങ്ങളും മഖ്ലൂക്കിലേക്ക് ചേർത്തിയതായി നമുക്കിവിടെ കാണാൻ കഴിയും. ഏറ്റവും വലുതാണല്ലോ, നമ്മുടെ പാപം പുറത്തു തരേണ്ടവൻ അല്ലാഹുവാണ്. എത്ര വലിയ കുറ്റം ചെയ്താലും പാപം ചെയ്താലും പുറത്തു തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരാൾ പൊറുക്കുകയില്ല, തീർച്ച തന്നെയാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല പൊറുക്കുന്നവനാണ്, റഹീമാണ്. അല്ലാഹുക്കല്ലാതെ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ദോഷം പുറത്തു കൊടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഉണ്ടോ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ദോഷം പുറത്തു കൊടുക്കുന്നവൻ ആരാണ് ഉള്ളത്? ആരും ഇല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും
അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് ഖുർആൻ പറയുന്നത് കേട്ടോ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വാ ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു തആല പറയുന്നത് കണ്ടോ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വാ, മക്കളെ സഹോദരങ്ങളെ, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകും. നിങ്ങളെ മക്കളെ കൂട്ടത്തിലും നിങ്ങൾക്ക് ചിലപ്പോൾ ശത്രുക്കളുണ്ടാകും. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഇത് നിങ്ങളെ സ്വന്തം ഭാര്യമാരെ കൂട്ടത്തിൽ, നിങ്ങളെ മക്കളെ കൂട്ടത്തിൽ അദുവ്വൻ, നിങ്ങളെ ശത്രുക്കൾ ചിലപ്പോൾ ഉണ്ടാകും. ഫഹ്ദറൂഹും, അങ്ങനെയുള്ള ആളുകളെ വളരെ ഗൗരവമായി സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഫഇൻ തഅഫൂ, അവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്താൽ, വതസ്ഫഹൂ, അവർ ചെയ്ത തെറ്റിനെ നിങ്ങൾ വിട്ടുകൊടുത്ത് അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞുകൈ മാറിക്കൊടുത്താൽ, വതഗ്ഫിറൂ, നിങ്ങളെ ഭാര്യമാരും മക്കളും നിങ്ങളോട് വല്ല തെറ്റും ചെയ്താൽ അത് നിങ്ങൾ പൊറുത്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങൾ ഓർക്കണം, അല്ലാഹു തആല പുറത്തു തരുന്നവനാണ്, റഹീമാണ്. കണ്ടോ, ഫഇൻ തഗ്ഫിറൂ, നിങ്ങൾ നിങ്ങളെ ഭാര്യമാർക്ക് മഗ്ഫിറത്ത് ചെയ്തു കൊടുത്താൽ, നിങ്ങളെ മക്കൾക്ക് പുറത്തു കൊടുത്താൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. നേരത്തെ നമ്മളോട് ചോദിച്ചത് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് ഇവിടെ ദോഷം പൊറുക്കുന്നവൻ എന്നാണ്. അപ്പോൾ യഹൂദികളെപ്പോലെ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വിശ്വസിക്കുകയും മറ്റേ ഭാഗം തള്ളുകയും ചെയ്യുന്നവർ അല്ല നമ്മൾ. അല്ലാഹു തആല വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ച സ്ഥലത്ത് യഥാർത്ഥത്തിൽ പൊറുക്കാനുള്ള അർഹതയും അധികാരവും അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചതോട് കൂടെ വഇൻ തഗ്ഫിറൂ എന്നിവിടെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക, അവർക്ക് വിട്ടുകൊടുക്കുക എന്നാണ്. സാധാരണ വാപ്പൻ്റെ അടുത്ത് പോയിട്ട് മകന് വല്ലതും ചെയ്ത വാപ്പ എനിക്ക് പുറത്തു തരണേ, ഉസ്താദെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ഈ ഉസ്താദിനെ അള്ളാഹ് ആക്കിയെന്നതിന് അർത്ഥമല്ല. നിങ്ങൾ പറയും, ഉസ്താദെ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു പോയി, അത് എനിക്ക് പുറത്തു തരണം. പുറത്തു തരണം, ഓ ഉസ്താദ് അള്ളയായോ? അപ്പോൾ ഉസ്താദിനെ അള്ളാഹ് ആക്കിയിട്ടില്ല. അവിടെ വാപ്പക്ക് തെറ്റ്, വാപ്പൻ്റെ മുമ്പിൽ ഒരു മകൻ തെറ്റ് ചെയ്തു പോയി. മകൻ വന്നിട്ട്, വാപ്പ ഞാൻ ഇന്നലെ ഉപ്പൻ്റെ സമ്മതം കൂടാതെ ഞാൻ പോയി ഒരു സ്ഥലത്ത് പോയി, അത് തെറ്റാണ്, വാപ്പ എനിക്ക് പുറത്തു തരണം. ഓ എടാ, നീ വാപ്പനെ അള്ളയാക്കിയോ എന്നാരും ഒരു മൂമിൻ ചോദിക്കൂല. അപ്പോൾ ഒരു പദം പ്രയോഗിക്കുന്നതിൽ ഇലാഹായ മഅ്ബൂദായ അല്ലാഹുവിൻ്റെ ആ പരിഗണനയും വിശ്വാസവും വെച്ചുകൊണ്ട് പറയുന്നതാണ് അള്ളാഹുവിനോട് പറയുന്നത്. ആ പരിഗണന മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല. അത് കൊടുത്താൽ അതാണ് കുഫ്രിയത്തും ശിർക്കുമാകുന്നത്. അതുപോലെ തന്നെ എത്ര ഖുർആനിൽ എന്താണ്, എവിടെ നോക്കിയാലും കാണാം, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഒരായത്തിൽ അല്ലാഹു പറയുന്നു, നബിയെ തങ്ങൾ ഹിദായത്താക്കൂല, ആരെയും ഹിദായത്താക്കുന്ന പണി തങ്ങളുടേതല്ല, അള്ളാഹുവാണ് ഹിദായത്താക്കൽ, തങ്ങളിങ്ങനെ എത്തിച്ചു കൊടുത്താൽ മതി. വേറൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നക ലാ തഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങൾ മുസ്തഖീമായ വഴിയിലേക്ക് ഹിദായത്താക്കുന്ന ആളാണ്. അപ്പോൾ അല്ലാഹു തആല എതിര് പറഞ്ഞതാ? അല്ല. അവിടെ ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥ ഹിദായത്ത്, അൽ ഹിദായത്തു അംറും മിൻ ലദൈഹി സുബ്ഹാന, അല്ലാഹുവിൻ്റേത് മാത്രമാണ് ഹിദായത്ത്.
രണ്ടാമത്തെ സ്ഥലത്ത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുമെന്നും ഹിദായത്തിൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുമെന്നും അവരെ ഹിദായത്തിലേക്ക് പിടിച്ച് ചേർത്തിക്കൊടുക്കുമെന്നും അർത്ഥമാണ്. ഈ രണ്ടർത്ഥം നമ്മൾ വെക്കുമ്പോൾ ഒരിക്കലും അള്ളാഹുവാണെന്ന വിശ്വാസം ഈ ഔലിയാക്കളെ സംബന്ധിച്ചോ മറ്റ് വ്യക്തികളെ സംബന്ധിച്ചോ നാം വെച്ച് പുലർത്തുന്നില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം ഇതാണ്. നേരം വെളുക്കുന്നവരെ പറഞ്ഞാലും തീരാത്ത അടയാളങ്ങൾ, ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ ഫറജല്ലാഹു അൻഹു കുറബ യൗമിൽ ഖിയാമ. നോക്ക്, മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ, ദുനിയാവിൻ്റെ വിഷമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷമം ഒരു മുഅ്മിനായ മനുഷ്യന് ആരെങ്കിലും ഒരാൾ തീർത്തു കൊടുത്താൽ, കണ്ടോ, 20,000 രൂപ തന്ന് ഒരു പെണ്ണിൻ്റെ വിഷമം തീർത്തു കൊടുക്കുകയാണ്. അവരെ ജീവിതത്തിലെ വിഷമം, ഭക്ഷണം വെള്ളം എല്ലാം വേണം, അത് ഇല്ലാതിരിക്കൽ വിഷമമാണ്. ആ വിഷമത്തെ തീർത്തു കൊടുത്താൽ, അല്ലെങ്കിൽ മറ്റൊരാൾ രോഗിയായി ആ രോഗിയായവനെ ചികിത്സിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്താൽ, മറ്റ് വല്ല ഗുണങ്ങളും ചെയ്തുകൊണ്ട് ഒരു മുഅ്മിനിൻ്റെ വിഷമം പരിഹരിച്ചു കൊടുത്താൽ ഫറജല്ലാഹു അൻഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവൻ്റെ വിഷമങ്ങളെ പരിഹരിച്ചു കൊടുക്കും. ഇവിടെ രണ്ട് സ്ഥലത്തും ഫറജാന ഉപയോഗിച്ചത്. പക്ഷേ അള്ളാഹുവിലേക്ക് ചേർത്തുമ്പോൾ അതിനൊരർത്ഥമാണ്, അത് മഖ്ലൂക്കിലേക്ക് സൃഷ്ടിയിലേക്ക് ചേർക്കുമ്പോൾ മറ്റൊരർത്ഥമാണ്. ഇവിടെ ഒന്നും ഒരു അബദ്ധവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പറ്റിയിട്ടില്ല. ഒരു കാലത്തും മാറ്റി പറയേണ്ട ആവശ്യവുമില്ല. ഇതൊക്കെ സാധാരണക്കാർക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ വലിയ രോഗിയായിരുന്നല്ലോ 5 കൊല്ലം മുമ്പ് ഞാൻ കണ്ടപ്പോൾ, ഇപ്പം നല്ല സുഖമുണ്ടല്ലോ. എൻ്റെ നാട്ടിൽ ഒരു ഡോക്ടറുണ്ട്, അയാളത് എനിക്ക് സുഖപ്പെടുത്തി തന്ന്. എത്ര ആളാണ് പറയുന്നത് അല്ലേ? ഞാൻ 10 ഡോക്ടർമാരെടുത്ത് പോയി, അവരാരെക്കൊണ്ട് സുഖമായില്ല, ഇയാളാണ് എനിക്കത് സുഖമാക്കി തന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ വൈദ്യർ അല്ലായോ? അപ്പോൾ വൈദ്യർ അല്ലായി പോയോ? ഇല്ല. മറിച്ച് ആ വൈദ്യരുടെ കാരണം കൊണ്ട് അള്ളാഹു സുഖപ്പെടുത്തി എന്നാണ് മുഅ്മിനായ മനുഷ്യൻ പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ താറടിച്ചുകൊണ്ട് അവരെ മുഴുവനും മുശ്രിക്കും മുർത്തദ്ദുമാക്കി ചിത്രീകരിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരായി പ്രഖ്യാപിച്ചുകൊണ്ട് ബിദഅത്തുകാർ കടന്നു വരുമ്പോൾ നിങ്ങൾ വഞ്ചിതരായി പോകരുത്. നിങ്ങൾ പഠിക്കണം. അത് പഠിച്ച ആലിമീങ്ങൾ ഇവിടെ വേണം, അത് പറയുന്ന ആലിമീങ്ങൾ ഇവിടെ വേണം. അതിനു വേണ്ടിയാണ് അൽ മഖർ സ്ഥാപിച്ചിട്ടുള്ളത്, അതിനു വേണ്ടിയാണ് നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു തഫരീജ്, അങ്ങനെ ഒരുപാട് പേരുള്ള ആ മഹത്തായ സൂറത്തിലൂടെ അല്ലാഹു തആല നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് ആ തൗഹീദ് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് വിവരിച്ചത് സഹാബത്ത് കൂടുതൽ വിവരിച്ചു, അവർ വിവരിച്ചത് അയിമ്മത്തുകൾ അതിനേക്കാൾ കൂടുതൽ വിവരിച്ചു തന്നു. അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ആ ശൃംഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെയും അറ്റുപോകാത്ത ശൃംഖല ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യൽ നമ്മുടെ കർത്തവ്യമാണ്, നമുക്ക് നിർബന്ധമാണ്. ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ എടുക്കപ്പെട്ടു പോകും.
അള്ളാഹിൻ്റെ ദീൻ എടുക്കപ്പെട്ടു പോകാൻ പാടില്ല. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽഗുറബാ. അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു, അവസാന കാലം വരുമ്പോൾ ദീനിനെ സഹായിക്കാൻ ആളില്ലാത്ത കുറഞ്ഞു വരുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രത്യേകമായി അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കണം, അതിനെ മുറുകെ പിടിക്കണം. നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സന്തോഷമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ആർക്കും സംശയം വേണ്ട. അൽമക്കറിൽ ഇവിടെ ഇങ്ങനെ ആൾ കൂടിയത് കണ്ട്, അതുപോലെ നമ്മളെ സമ്മേളനങ്ങളിലൊക്കെ ആൾ കൂടിയത് കണ്ട് എല്ലാവരും ഇപ്പോൾ നല്ല വഴിക്കാണെന്ന് കരുതണ്ട. നല്ല വഴിയിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കാനുള്ള ഒരു വലിയ ഒരു ശൃംഖല തന്നെ, മിഷനറി പ്രവർത്തനം തന്നെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിനെതിരായി ഇപ്പോൾ ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്. ഖുർആനെതിരായിട്ട് ഇതാണ് ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർആൻ, അതുപോലെ ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഖുർആൻ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് അവർ കൊടുത്തത് ബിസ്മിൽ ആബിർ റഊഫിർ റഹീം എന്നാണ്. എന്നിട്ട് സൂറത്ത് ഫാത്തിഹ എന്നൊരു സൂറ ഉണ്ട്. ബിസ്മിൽ അബിർ റഊഫിർ റഹീം എന്ന് പറഞ്ഞെടുത്ത് ഈ ഖുർആനായിട്ട് ഇവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ബിസ്മി എന്നുള്ളത് നിങ്ങൾ ഞങ്ങളെ ഖുർആനിന് കട്ടതാ, നിങ്ങളെ വക ഉണ്ടാക്കിയതല്ല. അർ റഊഫി എന്നത് കട്ടതാണ്, അർ റഹീം എന്നത് കട്ടതാണ്. പിന്നെ ആകെ നിങ്ങൾ കൊണ്ടുവന്നത് ബിസ്മിൽ അബി നൈം ഓഫ് ഫാദർ, ബാപ്പൻ്റെ പേരുകൊണ്ട് തുടങ്ങിടുന്നതാണ്. ബിസ്മിൽ അബിർ റഊഫിർ റഹീം, ദയാലുവായ ബാപ്പൻ്റെ പേരുകൊണ്ട് നമ്മൾ തുടങ്ങണമെന്ന്. ഈ ബാപ്പൻ്റെ ദയ എത്ര ഉണ്ട്? ഈ ബാപ്പക്ക് ദയ ചെയ്യാനുള്ള കഴിവ് ആര് കൊടുത്തു? ഇവർ പറയുന്ന ഫാദറിന് മറ്റൊരാളോട് കരുണ കാണിക്കാനും മറ്റൊരാൾക്ക് ദയ ചെയ്യാനും ഉള്ള ശക്തി ആരാണ് കൊടുത്തത്? അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാ എന്ന ഇസ്മുൽ ജലാലത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവനും ഫാത്തിഹ സൂറയിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഫാത്തിഹ സൂറയുടെ മുഴുവനും ഇസ്മുൽ ജലാലത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഇസ്മുൽ ജലാലത്തിന് പകരം ഒരു ഫാദർ എന്ന് വെച്ചു കൊടുത്തത് കൊണ്ട് ഖുർആന് കിടപിടിക്കുകയില്ലെന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ 1000 കിലോമീറ്റർ ദൂരെ വെക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ നേരിടാൻ കഴിയുമോ എന്ന വെല്ലുവിളി ഞാൻ ഇൻ്റർനെറ്റിലൂടെ കൊടുത്തിട്ട് ഇന്ന് വരെ മറുപടി കഴിഞ്ഞിട്ടില്ല. കൊല്ലം 4 കഴിഞ്ഞ്. എവിടെ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനെ നേരിടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഖുർആനിൻ്റെ ഒരു ചെറിയ സൂറ പോലെ കൊണ്ടുവരാനും സാധ്യമല്ല. അത്രയും പരിപൂർണവും സമ്പൂർണവും ആയ പരിശുദ്ധ ഖുർആൻ, സാർവലൗകികവും സാർവജനീനവുമായ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും നാം മനസ്സിലാക്കണം, പഠിക്കണം. അതിന് ഉലമാക്കൾ ഇവിടെ വേണം. ആ ഉലമാക്കളെയാണ് ഇവിടെ വാർത്തെടുത്തിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഇവിടുന്ന് സനത് വാങ്ങിയ, കോട്ട് വാങ്ങിയ, തലപ്പാവ് വാങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, കുട്ടികളെന്ന് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോഴും മുതഅല്ലിമീങ്ങളാണെന്ന് നിങ്ങൾ കരുതണം. ഇമാം ബുഖാരി നിങ്ങൾ ഓതിയിട്ടുണ്ടല്ലോ, ഇമാം ബുഖാരിയുടെ വാക്ക് എന്താണ്? തഫഖഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തഫഖഹു ഖബ്ല അൻ തുസബ്ബദു. നിങ്ങൾ മുദർരിസാകുന്നതിൻ്റെ മുമ്പ്,
നിങ്ങൾ പെണ്ണ് കെട്ടുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾക്ക് മദ്രസയിൽ സദറാകുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പഠിക്കണം എന്ന ഹദീസ് ഉദ്ധരിച്ച ഉടനെ ഇമാം ബുഖാരി എന്ന് പറഞ്ഞു, ഐ വബഅദ അൻ തുസവ്വദൂ, നിങ്ങൾക്ക് അധികാരം കിട്ടിയാലും ഉത്തരവാദിത്വം നിങ്ങളിൽ ഉണ്ടായാലും മരണം വരെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, ആലിമീങ്ങളോട്, അമാനികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഇനിയും കൂടുതൽ പഠിക്കണം, ധാരാളം ഇൽമ് പഠിക്കണം, കിതാബ് മുതാലഅത്ത് ചെയ്യണം. നിങ്ങൾ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് ഇൽമ് പഠിക്കണം. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ബോധം തന്നെ വന്നിട്ടുണ്ടാവുക പഠിക്കുന്ന കാലത്തുള്ളതിനേക്കാൾ. അതുകൊണ്ട് ഈ ബോധമുള്ള സമയത്ത് നന്നായി പഠിക്കുകയും നന്നായി ഇൽമിനെ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ഉപദേശിക്കുകയും എല്ലാവരും ഇതുപോലുള്ള സ്ഥാപനങ്ങളെയും മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ അല്ലാഹ്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും നീ ആഫിയത്തോടെ ദീർഘായുസ് തന്ന് ജീവിപ്പിക്കണേ അല്ലാഹ്. നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഞങ്ങൾക്ക് ദീർഘ ആയുസ്സും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ പ്രവർത്തനത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന് സംഭാവന ചെയ്യുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഒരുപാട് കുട്ടികൾക്ക്, 50 പെൺകുട്ടികൾക്ക് മാത്രമല്ല, ധാരാളം കുട്ടികൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന, സൗജന്യമായി വസ്ത്രം കൊടുക്കുന്ന, സൗജന്യമായി മറ്റ് പല സംഭാവനകളും ചെയ്തു കൊടുക്കുന്ന അൽമഖറിന് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നീ സലാമത്തിലാക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.